special occasion, our shining stars of Little Flower English Medium School dressed up as their future aspirations. So let's welcome them with a big round of applause. Teaching and non-teaching staff. Once again I say good morning. Good morning. This is what I expect from you. Today we celebrate Honeybee Day. Have you seen honeybees? Have you seen? Have you have honey? Anyone today? Did you have honey today? Along with the bread or appam? ഹണിബീയുടെ കുറച്ച് കാര്യം കേൾക്കാം. നമ്മൾ ഹണിബീനെ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഹണിബീ ആവണം, ഹണിബീയെ പോലെ ആവണം, തേനീച്ചയെ പോലെ ആവണം. എന്താ തേനീച്ചയുടെ പ്രത്യേകത എന്നറിയോ? തേനീച്ച ഏതെങ്കിലും അഴുക്ക് വെള്ളത്തിൽ പോയിരിക്കുവോ? തേനീച്ചക്ക് എവിടുന്ന തേൻ കിട്ടുന്നത്? ആ പൂക്കളിൽ നിന്ന് ആണ് തേനീച്ചയ്ക്ക് പൂ കിട്ടുന്നത്. എന്തെങ്കിലും അഴുക്ക് വെള്ളത്തിലോ ചീഞ്ഞ എലിയുടെ മുകളിലോ ചീഞ്ഞ ഫുഡിന്റെ മുകളിലോ അങ്ങനെ ഹണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹണിബിയെ കണ്ടിട്ടുണ്ടോ? ഏതെല്ലാം കണ്ടിട്ടുണ്ടോ? തേനീച്ചയെ കണ്ടിട്ടുണ്ട്. പക്ഷെ തേനീച്ച ഇങ്ങനെ ചീത്ത സാധനങ്ങളുടെ മുകളിൽ വന്നിരിക്കില്ല. നല്ല സാധനങ്ങളുടെ മുകളിൽ മാത്രമേ തേനീച്ച വന്നിരിക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തേൻ തരും. അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരുടെ അടുത്തു നിന്നും ഒക്കെ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അതിലും നല്ല കാര്യം വലുതാകുമ്പോൾ ലോകത്തിന് കൊടുക്കണം, സൊസൈറ്റിക്ക് കൊടുക്കണം. നല്ല പൈലറ്റ് ആയിരിക്കണം. ഒരു സോൾജിയർ നല്ല സോൾജിയർ ആയിരിക്കണം. ഒരു പോലീസുകാരൻ മാക്സിമം നല്ല പോലീസുകാരനാവണം. ഒരു ഡോക്ടർ ഏറ്റവും നല്ല ഡോക്ടർ ആവണം. അങ്ങനെ ഹണിബിയുടെ പ്രത്യേകത പോലെ ആയിരിക്കണം ഇന്ന് നിങ്ങളുടെ പ്രത്യേകത. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വലുതാവുമ്പോ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആ പൂവ് അല്ലേ? പൂക്കൾ. അപ്പൊ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ പൂവല്ല ഈ ഗാർഡൻ, വലിയൊരു ഗാർഡൻ അല്ലേ? ആ ഇവിടുത്തെ ഈ പൂന്തോട്ടത്തിലെ കുഞ്ഞു പൂമ്പാറ്റകളും കുഞ്ഞു വണ്ടുകളും നിങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഇവിടുത്തെ നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ എന്താ മധുരമല്ലേ? അപ്പൊ നമ്മള് ഈ സ്കൂളില് നമ്മള് പഠിക്കുകയല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം അല്ലെ? വിദ്യാഭ്യാസം. ഈ മഴ എന്ന ആ വിദ്യാഭ്യാസം നേടിയിട്ട് വളർന്ന മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കണം. ചെയ്യുക. മാതാപിതാക്കൾക്ക് പറയുന്നത് നമ്മൾ അനുസരിക്കണം. അവര് നമുക്ക് നമ്മള് നല്ലതായിട്ട് വളരാനുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? ആരായി തീരും എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചു വന്നിട്ടില്ലേ? നമുക്കപ്പൊ അഭിമാനിക്കാം. ഈ സ്ഥാപനത്തിൽ നിന്ന് ഭാവിയിൽ ഒത്തിരി ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, പിന്നെ അങ്ങനെ പലതരത്തിലും ഉള്ളവരുണ്ടല്ലേ? പിന്നെ ഇവിടെ പലരും പറഞ്ഞു ഞങ്ങൾ സൂപ്പർ മിസ്സിനെ അനുകരിച്ച് സാരി എടുത്തു വന്നു, ജിജി മിസ്സിനെ അനുകരിച്ച് സാരി എടുത്തു വന്നവരൊക്കെ ഇല്ലേ? ടീച്ചർമാരെ കണ്ടിട്ട് നല്ല ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ചു വന്നവരില്ലേ? നല്ല പോലീസുകാരെ കണ്ട് നല്ല പോലീസുകാരാകണമെന്ന് ആഗ്രഹിച്ചു വന്നവരില്ലേ? പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഡോക്ടർ ആകണം